വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. എനിക്കും ബേബിക്കും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാനും ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എനിക്ക് പേഴ്സണലി വേണം എന്ന് തോന്നിയ കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കണ്ടമാനം ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല, അത്യാവശ്യം വേണ്ട ഐറ്റംസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ബേബിക്ക് വാങ്ങിയ ഐറ്റംസ് ഇപ്പോൾ ഉടുപ്പാണെങ്കിലും നമ്മുടെ ടർക്കി ആണെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഈ ഒരു ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ലൗലാപ്പിൻ്റെ ഒരു ബേബി ലിക്വിഡ് ഡിറ്റർജൻ്റാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 425 രൂപയാണ്. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരു 200 സംതിങ് രൂപയ്ക്ക് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടാണ് ബേബിയുടെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിലാണ് വാങ്ങി കഴുകി വൃത്തിയാക്കി വെച്ചത്. നമുക്ക് പിന്നെ ഞാൻ ബേബിയുടെ നോർമലി എല്ലാവരും ബേബിക്ക് ബാസ്ക്കറ്റ് വാങ്ങും. ഞാൻ ബാസ്ക്കറ്റ് വാങ്ങിയില്ല. ബാസ്ക്കറ്റ് വാങ്ങിക്കാതിൻ്റെ ഒന്നാമത്തെ കാര്യം, ബാസ്ക്കറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ മാത്രമാണല്ലോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് അതുകൊണ്ട് എവിടെയെങ്കിലും ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ബാസ്ക്കറ്റായിട്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ലല്ലോ. ഇതാകുമ്പോൾ ഒരു ബാഗാണ്, ഒരു ഡയപ്പർ ബാഗ് പോലത്തെ കൂട്ടൊരു ബാഗാണ്. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു പൗച്ച് പോലത്തെ ഒരെണ്ണം ഫ്രീയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിങ്ങനെ 2 വള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വള്ളി ഒരു രസകരമായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. നമ്മൾ ബേബിയുടെ ഐറ്റംസ് ഒക്കെ ഇടാൻ വേണ്ടി വാങ്ങിച്ചത് ഈ ബാഗ്. നമുക്ക് ഈ ബാഗിലേക്ക് ബേബിക്ക് എന്തൊക്കെ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് വയ്ക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നത് ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഷീറ്റ് ഒരു മീഡിയം സൈസാണ് വാങ്ങിച്ചത്. നമ്മൾ സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ തീരെ ചെറുതാവും. ഇതൊരു മീഡിയം സൈസാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ മീഡിയം വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. തീരെ ചെറുതുമല്ല, എന്നാൽ ഒരുപാട് വലുതുമല്ലാത്ത രീതിയിൽ ഇതാണ് ഡ്രൈ ഷീറ്റ്. ഇതൊരു ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷീറ്റാണ് ഞാൻ നോക്കിയത് വെച്ച്. നമുക്കിത് ഫസ്റ്റ് വയ്ക്കാം. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ടർക്കിയാണ്. ഇത് കണ്ടോ, ടർക്കി. ഇത് ഈ ഒരു പിങ്ക് കളറും ഒരു ബ്ലൂ കളറും ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴുകി സെറ്റപ്പ് ആക്കി വെച്ചതാണ്. ഇത് നമ്മൾ ഓൺലൈനിലാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ടർക്കി ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഒരു നല്ലൊരു ബ്ലാങ്കറ്റ് പോലത്തെ കൂട്ടൊരു ടർക്കിയോ റിസീവിങ് ടവൽ അങ്ങനെയൊക്കെ പറയും. എനിക്കിതിൻ്റെ പേര് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു കവർ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കവറാണ്. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ അടുക്കി വെക്കാതെ ഇങ്ങനെ ഒരു കവറിനകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് എടുത്ത് കൊടുക്കാനും നമുക്കാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് ഏതാണ്ട് 10 പീസിന് ഏകദേശം ഒരു 150 അത്രയും സംതിങ്ങേ വരുന്നുള്ളൂ. ഇത് നമ്മൾ ഈ ബാഗിലേക്ക് വെക്കുക. പിന്നെ നമ്മൾ ഒരു പാമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനകത്ത് റേറ്റ് ഏകദേശം 374 രൂപയാണ്. കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞാണ് നമുക്കിത് ഓൺലൈനിൽ കിട്ടിയിട്ടുള്ളത്. ഇതും വയ്ക്കാതെ ഇത് നമ്മൾ ബേബിക്ക് വേണ്ടി കുറച്ച് നാപ്പീസ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് പർച്ചേസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ കാണിക്കാം. ഇതുണ്ടോ, ഈ ഒരു സൈസാണ് വരുന്നത്. ഈ നാപ്പീസും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളമുണ്ട് നന്നായിട്ട് 4 സൈഡും കഴുകി വൃത്തിയാക്കി 4 സൈഡും അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും ഈ നാപ്പീസും ഞാൻ ഈ ഒരു കവറിനകത്താണ് വെക്കുന്നത്. അപ്പം വെള്ളമുണ്ടൊക്കെ വേണോ നമ്മളോട് ചോദിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കില്ല. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കരുതുന്നുണ്ട്. അപ്പം ഈ നാപ്പീസ് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാപ്പീസ് വാങ്ങിച്ചിട്ട് നമുക്കൊരു ഒരു കിലുക്കമൊക്കെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായ ഒരു കിലുക്കം. മിറ്റൻ ബൂട്ടീസ് എന്ന് പറഞ്ഞ ഒറ്റൊരു സെറ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. നമുക്കിത് ആവശ്യം വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ്
ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി ഇതും നമ്മൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു കവറിലേക്ക് ഇട്ടിട്ട് വെക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുഞ്ഞിന് കുറച്ച് ഒരു 1-2 കെട്ടെടുപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കെട്ടെടുപ്പും പിന്നെ ബട്ടൺ വരുന്ന ടൈപ്പ് ഉടുപ്പും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാതെ. ഇതാണ് നമ്മൾ വാങ്ങിച്ച കുഞ്ഞുടുപ്പ്. ഇത് ബട്ടണാണ് വരുന്നത്. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഏതാണ്ട് 10 എണ്ണത്തിന് 400 സംതിങ് അത്ര രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഒരു അല്ലാത്ത ഒരു സൈസ് ഒരു കുഞ്ഞുടുപ്പും അതിൻ്റെ ഒരു സൈസ് ഒരു നിക്കർ പോലത്തെ ടൈപ്പ് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ. ഇത് ഒരെണ്ണം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു കുഞ്ഞ് വളരെ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ജംപ് സ്യൂട്ടോ റോംബേഴ്സോ അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനാണ് വാങ്ങിയത്. ഇത് ഒരു 3 എണ്ണം അടങ്ങിയ സെറ്റായിരുന്നു. ഏകദേശം വലിയ റേറ്റോ കാര്യങ്ങളായിട്ട് ഇത് നമ്മൾ ഓൺലൈൻ വാങ്ങിയിട്ടുള്ളതാണ്. ഇതുമാണ് നമ്മൾ ബേബിക്ക്. പിന്നെ നമ്മുടെ ആസ് യൂഷ്വൽ കെട്ടെടുപ്പ്, കുഞ്ഞി കെട്ടെടുപ്പ്. ഇത് ഒരു 2-3 എണ്ണം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ ഈ ഒരു സെറ്റോട് ഈ ബാഗിനകത്ത് വയ്ക്കില്ല. നമുക്കിതൊന്ന് ഓൾമോസ്റ്റ് നമ്മൾ ഇതിനകത്തോട്ട് എല്ലാം ബേബിയുടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ പാമ്പേഴ്സ് വെച്ചിട്ടില്ല. പാമ്പേഴ്സ് നമുക്ക് മാറ്റി വേറൊരു നമ്മുടെ ബാഗിനകത്തേക്ക് അതോടെ വയ്ക്കാനുള്ളൊരു സ്പേസ് ഇല്ല. നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളൊരു നെറ്റ് ബെഡ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് റേറ്റോ കാര്യങ്ങളോ ആയിട്ടില്ല. നമ്മളിത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ കൊതുക് കാണാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി നമ്മൾ ഹോസ്പിറ്റലിൽ നേരത്തെ ഒരു കേസ് ഒരു ഇതിൽ അഡ്മിറ്റ് ആയ സമയത്ത് കൊതുക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഇതുണ്ട് ബേബിയെ ക്യാരി ചെയ്യാനുള്ളൊരു ക്യാരി ബെഡ്. അപ്പം ഇത് ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല രസമുണ്ട്. ഇതും അധികം റേറ്റ് ആയിട്ടില്ല. ഇതും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ ബേബി നല്ല സേഫായിട്ട് ഇതിലിരുന്നോളും. അതുകൊണ്ടാണ് നമ്മൾ ഇതും കൊണ്ടുപോകുന്നത്. ഇതും നമ്മൾ വേറെ ബാഗ്. പിന്നെ നമ്മൾ സ്വാഡർ ക്ലോത്ത് 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ബേബിയെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ വേണ്ടി. അത്യാവശ്യം ലെങ്തും പിടുത്തമൊക്കെ ഓക്കെ ആയിരുന്നു. ബേബി ഒന്ന് നമ്മൾക്കൊന്ന് കംഫർട്ടായിട്ട് പൊതിഞ്ഞ് വെക്കാം. ആ ഒരു ഇതിൽ ഓക്കെ ആയിരുന്നു. ഇതും 2 എണ്ണം വാങ്ങിയിട്ടുള്ളൂ. ഓൺലൈനായിട്ടായിരുന്നു പർച്ചേസ് ചെയ്തത്. ഇതും മസ്ലിൻ ക്ലോത്താണ്. അപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നനച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് ഫേസ് ടവൽസാണ്. അത്യാവശ്യം നമുക്ക് ഇന്ത്യയിൽ ആവശ്യത്തിന് തുടയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം ലെയർഡായിട്ടുള്ളതാണ്. ഇത് 5 എണ്ണം അടങ്ങിയൊരു സെറ്റായിരുന്നു. ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നനച്ചിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ബേബി വൈപ്സ് ആണ്. അതും മദർ സ്പ്ലാഷിൻ്റെ ആണ്. ഇത് ഞാൻ ഒരെണ്ണേ വാങ്ങിയിട്ടുള്ളൂ. ഓൺലൈനായിരുന്നു. ഒരെണ്ണം വാങ്ങിയത് നമുക്കറിയില്ലല്ലോ ബേബിക്ക് ഈ ഒരു വൈപ്സ് ഓക്കെ ആണോ കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത്യാവശ്യത്തിന് വേണ്ടി ഒരെണ്ണം വാങ്ങിയതാണ്. അപ്പം നമ്മൾ ഇനി ഈ ഒരു ബാഗിലേക്ക് നമ്മൾ എല്ലാ ഐറ്റംസ് വെക്കുക ചെയ്യുന്നത്. അപ്പം ഇതാവുമ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഈ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ്. ഇതിനകത്ത് ഒരൊറ്റ ബാഗിനകത്ത് എല്ലാ സാധനവും നമുക്ക് വയ്ക്കാം. ഇത് ലാർജ് സൈസാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എല്ലാ സാധനവും വെക്കുകയും ചെയ്യാം. ഒരുപാട് ബാഗായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ ഒരു ബാഗ് ഉൾപ്പെടെ ഇതിനകത്തോട്ട് വെച്ച് സേഫായിട്ട് വെക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ബാക്കി ഐറ്റംസൊക്കെ ബാക്കി സ്ഥലത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്തൊക്കെ ഐറ്റംസാണ് എനിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ്, നമ്മുടെ സ്കാനിങ്ങും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അതിൻ്റെ റിപ്പോർട്ടും നമ്മുടെ ഐ ഡി പ്രൂഫ്, ആധാർ കാർഡോ വാട്ടവർ നമുക്ക് എന്താണോ ഉള്ളത് അത് നമുക്ക്
അതും ഇതിനകത്ത് ഇൻക്ലൂഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായ ഇത് ഞാൻ എൻ്റെ ഐറ്റംസും ഞാൻ എൻ്റെ ഇതുപോലെ ഒരു കവറിനകത്തിട്ട് വെക്കുകയാണ്. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുള്ളത് ഞാൻ അഴിച്ച് കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ നല്ല മടക്കി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അഴിച്ചിട്ട് തിരിച്ച് ഒക്കെ ഇത്തിരി പാടായിരിക്കും, ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണ്. ഇതിനകത്ത് ഞാനൊരു വെള്ളമുണ്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 3 തോർത്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 വൈറ്റ് തോർത്തും ഒരു കളറിൻ്റെ ഒരു തോർത്തും, പിന്നെ 2 ഷോൾ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഷോളോ പെട്ടെന്ന് നമ്മൾ കിടക്കുമ്പോൾ ഷോൾ ഇട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു കംഫോർട്ടിന് വേണ്ടി ഞാനൊരു 2 ഷോളും വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു കവറിൽ ഞാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, പിന്നെ ഒരു പാവാട, പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സും വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഡ്രസ്സ് കൊടുക്കണമല്ലോ, അങ്ങനെ എടുത്ത് കൊടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഈ ഒരു സെറ്റായിട്ട് വെച്ചേക്കുന്നത്. ഇത് എടുത്ത് അതേപടി കൊടുക്കാം. പിന്നെ നമ്മളല്ലാതെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതതുപോലെ തന്നെ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയും അല്ലാതെ ഒരു നോർമൽ 2 നൈറ്റിയും 2 പാവാടയൊക്കെ ആയിട്ടുള്ള വേറൊരു സെറ്റ് ഡ്രസ്സ്. ഇനി നമുക്ക് വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പീരിയഡ്സ് പാൻറ്റീസ്. അപ്പം ഓരോരുത്തർക്കും ഓരോന്നാണ്. ഞാനിപ്പോൾ കറക്റ്റ് ഇതാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു പാക്കറ്റ് ഏതായാലും തരും, അത് നമുക്കൊരു എന്താ പറയുക, നമ്മൾക്കൊരു ആവശ്യത്തിന് നമ്മൾ കയ്യിൽ കരുതുന്നതിന് വേണ്ടി ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. എവറവിൻ്റെ ഒരു പീരിയഡ്സ് പാൻറ്റിയാണ്. ഇതിന് ഏകദേശം ഒരു 450 രൂപയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഞാനിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്താണ്. 2 എണ്ണം അടങ്ങിയ ഒരു കോംബോ ആയിരുന്നു. പിന്നെ ഞാനൊരു നോർമൽ ഒരു സോഫയുടെ ഒരു പാഡ് എടുക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കരുതുക, ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഇങ്ങനൊരു ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം വേണ്ട പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ ഐറ്റംസ്, സോപ്പ് പൊട്ടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചേക്കുന്നത്. ഇതൊരു ബേസിക് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് നമുക്ക് വെക്കാം. പിന്നെ ഞാൻ ഒരു ഡ്രസ്സ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇടാൻ ഒരു ജോഡി ഡ്രസ്സ്, അതിൻ്റെ വേണ്ട ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ്, പുതപ്പ്, അങ്ങനത്തെ ഒരു സെറ്റ് ബെഡ്ഷീറ്റും പുതപ്പും നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ എന്നിട്ട് 2 സ്ലിപ്പേഴ്സ് കൂടെ നമ്മുടെ ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളോട് വോക്കിംഗ് അങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ സ്ലിപ്പേഴ്സ് ആകുമ്പം കംഫർട്ടബിൾ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അതും എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ടാബ്ലറ്റ്സ്, എന്തെങ്കിലും ടാബ്ലറ്റ് വരുന്നുണ്ട്, ടാബ്ലറ്റ്, അങ്ങനെ നമ്മുടെ മെഡിസിൻസും കാര്യങ്ങളും വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എന്തൊക്കെയും എടുത്ത് വെക്കാം. ഇതിൽ അത്യാവശ്യം വേണ്ട കുറച്ച് നമ്മുടെ ഫേസ് വാഷ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. ഇത് ജസ്റ്റ് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ, കുറേ കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ നമ്മുടെ ചാർജർ, പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു ഞാനൊരു കവറിനകത്ത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഞാനൊരു ഹാൻഡ് ബാഗും എടുക്കുന്നുണ്ട്. ഈ ഹാൻഡ് ബാഗിനകത്ത് നമ്മുടെ ഹോസ്പിറ്റലിലെ റെക്കോർഡ്സും കാര്യങ്ങളും പിന്നെ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇടാൻ പറ്റും.